അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ കുറെ പേര് ചോദിച്ചിട്ടോ. ഇന്നത്തെ അപ്ഡേറ്റുകൾ പറയാനാണെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലോട്ടുള്ള സന്നാഹം അല്ലെങ്കിൽ ഒരു കോപ്പുകൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ എല്ലാവരോടും ഷെൽട്ടറുകളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീക്കെൻഡ്, അതായത് ഇപ്പം ഇന്ന് വ്യാഴാഴ്ചയില്ലേ, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വലിയൊരു യുദ്ധം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇസ്രായേൽ അതിൽ ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഷെൽട്ടേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പം ഇസ്രായേലിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ B-1 ബോംബേഴ്സ്, സൂപ്പർസോണിക്, അതായത് സൗണ്ടിനേക്കാൾ വേഗത്തിൽ ഓടുന്ന സൂപ്പർസോണിക് വിമാനങ്ങൾ, B-1 ബോംബർ വിമാനങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിയൻ ബേസുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് ഇൻറ്റൻസീവായിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്ത് തീർക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് ഇപ്പം അമേരിക്ക, അതുപോലെ തന്നെ ഇസ്രായേലും പിന്നെ ഗൾഫ് രാജ്യങ്ങൾ. ഇവർക്ക് ഇത് പിടിക്കുന്ന മറ്റു രാജ്യങ്ങളും അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. പിന്നെ അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോൾ കുവൈറ്റ് ഇറാഖ് ബോർഡറിൽ ക്രോസിംഗ് ബോർഡർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ബോംബിംഗ് അവിടെ നടന്നിട്ടുണ്ട് കുറച്ച് മുമ്പാണ്. ഇത് അമേരിക്കൻ കൺട്രോൾ വരുന്ന സ്ഥലങ്ങളും അമേരിക്കൻ ബേസുകളുടെ നിയറസ്റ്റ് ഏരിയകളും ഒക്കെയാണ് ഇത്. അപ്പം അവിടെ വന്നിട്ടുള്ളതിൻ്റെ സീനുകളാണ് നിങ്ങൾ കാണുന്നത്. അവിടെ വലിയ രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ അമേരിക്കൻ ബേസുകളിലോട്ടും അതിൻ്റെ നിയറസ്റ്റ് പ്ലേസുകളിലോട്ടും, അതായത് അബ്ദാലി ബോർഡർ ക്രോസിംഗ് ഇൻ കുവൈറ്റ് ടു ഇറാഖാണ് അവിടെ ബോംബിംഗ് അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെ അതും ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ആർക്കും ഇപ്പോൾ ക്രോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു ഇറാഖ് കുവൈറ്റ് യുദ്ധം വന്നിട്ട് എത്ര അവസ്ഥയിൽ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഏത് അവസ്ഥയിലോട്ട് കുവൈറ്റും ഒക്കെ മാറിപ്പോയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. നമുക്കറിയാം അല്ലേ, അവിടെയുള്ള പ്രവാസികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അന്ന് പിടിച്ചു നിന്ന ആളുകളാണ് പിന്നെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. യൂസഫ് അലിയൊക്കെ അങ്ങനെ ഈ കുവൈറ്റ് യുദ്ധത്തിൻ്റെ ഭാഗത്ത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചത് എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കുവൈറ്റ് ബോർഡറിലോട്ടാണ് ഇവരുടെ സൈനിക കോപ്പുകളും വെടിക്കോപ്പുകളും പട്ടാളത്തിനെയൊക്കെ ഇറാൻ ഇറക്കിയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് രീതിയിലാണ് കുവൈറ്റ് ഒരു ഓൾ ഔട്ട് വാറിലോട്ടൊക്കെ കുവൈറ്റ് പോവോ, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദാസപ്പണി ചെയ്ത് അങ്ങോട്ട് പോകുമെന്നൊക്കെ ഇത്തരം ചില ന്യൂസുകൾ കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മൾ കണക്ട് ചെയ്തു പോകും. അതിൻ്റെ ഇടയിലാണ് ഇപ്പം മറ്റൊരു വാർത്ത വന്നിട്ടുള്ളത്. ഈ റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്തതിനെ പറ്റിയുള്ള ഒരു വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് റഷ്യ ഇറാനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രാജ്യങ്ങളൊക്കെ തകർക്കാൻ, പ്രത്യേകിച്ച് ഇസ്രായേലി ഡാറ്റാ സെൻറ്ററുകളും അതുപോലെ തന്നെ അമേരിക്കൻ ബേസുകൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ പുതിയ എന്താ പറയുക, അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്, കൂടുതൽ കണ്ടുപിടുത്തങ്ങളാണ് അവർ ചെയ്യുന്നത്. ഏത് രീതിയിലാണ് റഷ്യ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് CIA ഇപ്പം ഓൾറെഡി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അന്വേഷണം തുടങ്ങിയ വാർത്തകളും ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് അവർ പോലും വിചാരിക്കാണ്ട് അവരുടെ ഈ താഡ് സിസ്റ്റത്തിനെയും ഈ മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സിനെയൊക്കെ എത്ര പ്രോപ്പറായിട്ട് എങ്ങനെ അടിക്കാൻ പറ്റുന്നത്, ഏത് രീതിയിലുള്ള സഹായമാണ് റഷ്യ കൊടുത്തത് എന്നുള്ള ഒരു അന്വേഷണം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് CIAയുടെ ഭാഗത്തുനിന്ന്. ഇനി ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ കുവൈറ്റിലെ അല്ലെങ്കിൽ ജോർദാനിലെയൊക്കെ ഉള്ള ഓൾമോസ്റ്റ് ബേസുകളിൽ നിന്നൊക്കെ ഇവർ സാധനങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്, ഇവാക്യുവേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് മാക്സിമം ഫൈറ്റർ ജെറ്റുകളും അല്ലെങ്കിൽ പട്ടാളക്കാരിയൊക്കെ അവിടെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. കാരണം ദിവസവും ആളുകൾ മരിക്കുന്നുണ്ട്, ദിവസം ആളുകൾക്ക് അവിടെ ഇഞ്ചറി വരുന്നുണ്ട്, നൂറുകണക്കിൽ അമേരിക്കൻ പട്ടാളക്കാർക്ക് ഇഞ്ചറി വരുന്നുണ്ട്, നൂറുകണക്കിൽ പല വിമാനങ്ങൾക്കും കേടുപാടുകളും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പുറത്തോട്ട് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ജോർദാനിൽ നിന്നും കുവൈറ്റിൽ നിന്നൊക്കെ ഈ ഇവാക്യുവേറ്റ് ചെയ്തതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പം അൽ-ഉദൈദിൽ നിന്നും ഇത് തന്നെയാണ് പറയുന്നത്. അതിൽ എത്രത്തോളം ഒരിതുണ്ട് എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു രാത്രി വന്നൊരു ന്യൂസിൽ. പക്ഷേ രാവിലെ അതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അൽ-ഉദൈദ് എയർപോർട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതായത് ബേസ് കംപ്ലീറ്റ് വിമാനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. വിമാനങ്ങളൊക്കെ മാറ്റി പാർപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന റിപ്പോർട്ട് വന്നിരുന്നത്, ഉപഗ്രഹ ചിത്രങ്ങളിൽ അനുസരിച്ചിട്ട് ഖത്തറിലെ അൽ-ഉദൈദ് എയർപോർട്ടിലെ 17 നിന്ന് 3 വിമാനങ്ങളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് 17 വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായ സ്ഥലത്ത് വെറും 3 കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് പൂർണ്ണമായിട്ടും വിമാനങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാനുമായിട്ടുള്ള സംഘർഷം വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് 60-ലധികം KC-135 സ്ട്രാറ്റോ ടാങ്കർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് ബെൻഗുരിയൻ എയർപോർട്ടിലോട്ട് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണുള്ളത്. അതുമാത്രമല്ല 8,000 മുതൽ 10,000 വരെ അമേരിക്കൻ സൈനികർ അൽ-ഉദൈദ് എയർപോർട്ടിലുണ്ട്. US സെൻട്രൽ കമാൻഡിന്റെ പ്രധാന ആസ്ഥാനമാണ് അൽ-ഉദൈദ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ആസ്ഥാനമാണ് അൽ-ഉദൈദ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ മൊത്തം അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു ന്യൂസ് രാവിലെ മുതലേ വന്നിട്ടുള്ളത്. അപ്പം അമേരിക്ക പേടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആയിട്ടും ഇറാനെ തീർക്കാൻ പറ്റുന്നില്ല, ഇറാനെ എവിടെയൊക്കെ അടിച്ചിട്ടും ഇറാൻ വീണ്ടും ദിവസവും ഇങ്ങനെ കറക്റ്റായിട്ട് വേറെ വീട്ടിൽ മറ്റോടത്തും അപ്പുറത്തോട്ടും ഒന്നല്ല, നേരെ ബേസുകളിലോട്ട് അടിക്കും. അവിടെയുള്ള ദിവസവും 1, 2, 3 വിമാനം തീർക്കും. കുറച്ച് ആൾക്കാർ അവിടെ തീർക്കുന്നുണ്ട്, കുറേ പേർക്ക് പരിക്ക് പറ്റുന്നുണ്ട്. ഇറാൻ ഇങ്ങനെ തന്നെ അടിച്ചിട്ടില്ല. ഇറാൻ വേറെ എവിടെയും ആവശ്യമില്ലാണ്ട് അമേരിക്ക ബോംബിടുന്ന പോലെ ഷിപ്പിംഗ് മറ്റേ ഇറാൻ്റെ ചെറിയ ബോട്ടുകളിൽ, അതായത് അവിടെ ഈ മത്സ്യബന്ധനത്തിന് പോണ ബോട്ടുകളൊക്കെ ബോംബിട്ട് തകർത്ത് ഞങ്ങളിതാ ഇറാൻ്റെ
മൊത്തം നാവിക സേന ഞങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് പറയും. അത് പറഞ്ഞ് തീരുന്നതിൻ്റെ മുമ്പായിരിക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വിമാനങ്ങൾ ഇറാൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് ഈ കഴിഞ്ഞ 10 ദിവസമായിട്ടുള്ള ഈ ഒരു 12 ദിവസമായിട്ടുള്ള ഈ ഒരു സ്ട്രൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് വന്ന മറ്റൊരു പ്രധാന വാർത്തയായിട്ട് പറയാനുള്ളത്. പിന്നെ ന്യൂയോർക്ക് ടൈംസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് 12 സോൾജിയേഴ്സ് ഇക്കഴിഞ്ഞ ദിവസം വളരെ, അതായത് ഡേഞ്ചറസ്ലി ഇഞ്ചേർഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അപ്രോക്സിമേറ്റ്ലി 100 US മിലിറ്ററി പേഴ്സണൽസ് അതല്ലാത്ത സാരമായിട്ടല്ലാതെ നിസാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 12 പേരുടെ കണ്ടീഷൻ വളരെ ഗുരുതരമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാർത്തയും വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന ന്യൂസ്, ഒരു F-15 വിമാനം കൂടെ പ്രിൻസ് ഫൈസൽ എയർബേസിൽ, ജോർദാനിലെ ഫൈസൽ എയർബേസിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിന്ന് കത്തുന്നതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത്. അതായത് കുറേ അവിടെ കേടുപാടുകളും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വെച്ചിട്ട്. പക്ഷേ ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന വിമാനമാണ്, കത്തിത്തീരാൻ സമയമെടുക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിലൂടെ നടന്നിട്ടുണ്ട്. ആ ഒരു സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ സൈഡിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ ഇന്ന് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്നും ബഹ്റൈനിലും കുവൈറ്റിലൊക്കെ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളോടൊക്കെ ഇന്നും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ സൈറം മുഴങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവിടെ ഉള്ളവർക്ക് അറിയാം സത്യമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടും ഇതുവരെ അടി തുടങ്ങിയിട്ടില്ല. കാരണം ഇറാനിലോട്ടും അടി കുറച്ചൊന്ന് കടുപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഇനി ഈ വീക്കെൻഡിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അമേരിക്ക എന്നാണ് പറഞ്ഞത്. ഇറാനും ഞങ്ങൾ കരുതിയിരിക്കുകയാണ്, ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഉള്ളത്.